ആലപ്പുഴയിൽ നടന്ന ആ കൊടും ക്രൂരതയിലേക്കാണ് ക്രൈം സീൻ ആദ്യം പോകുന്നത്. ആലപ്പുഴ കലവൂരിൽ വീടിനോട് ചേർന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ മൃതദേഹം എറണാകുളം സ്വദേശി സുഭദ്രയുടേതെന്ന് തിരിച്ചറിഞ്ഞു. സുഭദ്രയുടെ മകൻ രാധാകൃഷ്ണനാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ദമ്പതിമാരായ മാത്യൂസും ഷർമിളയും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിനോട് ചേർന്ന് കുഴിച്ചിട്ട നിലയിലായിരുന്നു ഇന്ന് മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരും ചേർന്ന് സുഭദ്രയെ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിലാണ് പോലീസ്. ആലപ്പുഴയിലെ കലവൂരിൽ ഈ കൃത്യം നടന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് ഷർമിളയും മാത്യൂസും കഴിഞ്ഞ 1.5-2 വർഷമായി താമസിച്ചുകൊണ്ടിരുന്നത്. ഈ വീട്ടിലേക്കാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 4-ന് കടവന്ത്രയിലെ വീട്ടിൽ നിന്നിറങ്ങിയ സുഭദ്ര എത്തിയത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇവിടെ എത്തി എന്നുള്ളതിന് സ്ഥിരീകരണമായി പോലീസിന് ലഭിച്ചത് നമ്മുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ഏറ്റവും ഒടുവിൽ ഇവിടെയാണ് സുഭദ്രയുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചിരുന്നതും പോലീസിന് വിവരം ലഭിച്ചതും. അപ്പോഴാണ് പരിസരവാസികൾ പലരും വിവരം നൽകിയത്. ഷർമിളയ്ക്കും മാത്യൂസിനുമൊപ്പം ഒരു വയോധികയെ ഇവിടെ കണ്ടിരുന്നു, അത്യാവശ്യം പ്രായമുള്ള ഒരു വയോധികയെ ഇവിടെ കണ്ടിരുന്നു എന്നുള്ളതാണ്. 73 വയസ്സാണ് സുഭദ്രയ്ക്കുള്ളത്. സ്വാഭാവികമായും അങ്ങനെ കണ്ട ആ വയോധിക, ആ അപരിചിതയായ സ്ത്രീ, അത് സുഭദ്രയായിരിക്കുമെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു. ഞാനൊരു ദിവസം അംഗൻവാടി ജനലിൽ അവിടെ കൂടെ നോക്കി. അപ്പോൾ അംഗൻവാടി തൊട്ടടുത്തൊരു വാഴയുണ്ട്. അതിപ്പോൾ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ആ വാഴയുടെ അവിടെ ചേച്ചി ഒരു കത്തിയുമായിട്ട് വന്ന് ഇല എടുക്കാനായിട്ട് വന്നു. അപ്പോൾ പരിചയമില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ അംഗൻവാടിയിൽ നിന്ന് പെട്ടെന്ന് ജനൽ വഴി നോക്കിയപ്പോൾ പറഞ്ഞ് ഞാനിവിടെ ഷർമിളയുടെ വീട്ടിൽ വന്നവരാണ്, കടവന്ത്രയിലുള്ളതാണ്, ഞാൻ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്, എനിക്ക് ഇത്തിരി ചോറ് കൊണ്ടുപോകാനായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ നോക്കിയതുകൊണ്ട് അവർക്കൊരു വിഷമം തോന്നി. അപ്പോൾ നമ്മൾ ചേച്ചി ഞാൻ കണ്ടിട്ടില്ല ചേച്ചി, അതുകൊണ്ട് നോക്കി. എന്നാൽ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഈ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഇല എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി, ഇല എടുത്തുകൊണ്ട് പോയിക്കോ, ഞാൻ കാണാത്ത ഒരാളായതുകൊണ്ട് നോക്കുക. അങ്ങനെ അന്ന് കണ്ടെന്നല്ല, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇത്തരത്തിൽ ലഭിച്ച മൊഴികളും മറ്റും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ഇതിനിടയിൽ മറ്റൊരു മൊഴി കൂടി, മറ്റൊരു വിവരം കൂടി പോലീസിന് ലഭിച്ചു. അതായത് ഈ വീട്ടിൻ്റെ പിൻഭാഗത്ത് ഒരു കുഴിയെടുക്കുന്നതിന് വേണ്ടി ഷർമിളയും മാത്യൂസും തന്നെ വിളിച്ചിരുന്നു. താൻ ഒരു കുഴിയെടുത്ത് നൽകിയിരുന്നു എന്ന ഒരു മേസ്തിരിയുടെ മൊഴിയാണ് പിന്നീട് പോലീസിന് ലഭിക്കുന്നത്. ആ മൊഴിയാണ് ഈ അന്വേഷണത്തിൽ നിർണായകമാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പോലീസ് കെഡാവർ നായയെ ഈ കുഴി കാണുന്ന ഭാഗത്തെത്തിച്ച് പരിശോധിക്കുകയായിരുന്നു. ഈ കുഴി കാണുന്ന ഭാഗത്ത് കെഡാവർ നായയെ എത്തിച്ച് പരിശോധിച്ചപ്പോൾ, ഇവിടെ വന്ന് മണത്തപ്പോൾ ഈ ഭാഗത്ത് ഒരു മനുഷ്യ ശരീരം അല്ലെങ്കിൽ മൃതദേഹമുണ്ട് എന്ന ഒരു സൂചന ലഭിച്ചു. ആ തരത്തിലുള്ളൊരു പ്രതികരണമാണ് കെഡാവർ നായ നൽകിയത്. സ്വാഭാവികമായും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് പോലീസും ഫോറൻസിക് സംഘവും അതോടൊപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരുമെത്തി ഈ കുഴി മാന്തി പരിശോധിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഇവിടെ ഒരു മൃതദേഹം ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നതും അത് വ്യക്തമാവുകയും ചെയ്തത്. ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് എന്നും അത് അന്വേഷണ സംഘത്തിന് വ്യക്തമാവുകയും ചെയ്തു. പിന്നെ സ്ഥിരീകരിക്കേണ്ടിയിരുന്നത് ഇത് സുഭദ്രയുടെ മൃതദേഹമായിരുന്നോ എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി പോലീസ് മക്കളെ കൊച്ചിയിൽ നിന്ന് രഞ്ജിത്തിനെയും രാധാകൃഷ്ണനെയും സുഭദ്രയുടെ 2 ആൺമക്കളെ ഇവിടേക്ക് എത്തിച്ചു. അങ്ങനെ രാധാകൃഷ്ണൻ വന്ന് മൃതദേഹം കണ്ട് അത് തൻ്റെ അമ്മ സുഭദ്രയുടേതാണ് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. അതോടുകൂടിയാണ് മൃതദേഹം ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് മറ്റ് DNA പരിശോധനയ്ക്കും വേണ്ടി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇനി ആ പരിശോധനാ ഫലം കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകുക. അത് കൊല്ലപ്പെട്ടത് സുഭദ്ര തന്നെയാണോ എന്നതിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, അതോടൊപ്പം പോസ്റ്റ്മോർട്ടം പരിശോധനാ ഫലം വരുന്നതിന് പിന്നാലെ മരണകാരണം എന്തായിരുന്നു എന്നുള്ളതും അറിയാനാകും.